നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏർണിംഗ് മെമ്പർ എന്നാൽ കുടുംബത്തിൽ നിന്ന് പുറത്തുപോയി പണം സമ്പാദിച്ചു കൊണ്ടുവരുന്നയാൾ. സാധാരണഗതിയില് ആ പദം കുടുംബനാഥനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നമ്മുടെ കുട്ടിപ്പട്ടാളം സ്കൂളിൽ പോയി പഠിച്ച് പണം സമ്പാദിച്ചു കൊണ്ടുവരുന്നു. എങ്ങനെയുണ്ട് പേര്? ഏർണിംഗ് മെമ്പർ. അടിപൊളി പേരാണ് മാഡം. അതൊക്കെ കൊണ്ട് ആ കുട്ടികളുടെയോ അവരുടെ അച്ഛനമ്മമാരുടെയോ മനസ്സിന് മാറ്റം വരുത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നിർബന്ധപൂർവം വീണ്ടും പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോകുന്ന നിയമത്തെ വെറുക്കല്ലേ ഉള്ളൂ അവര്. പഠിച്ചാലും ജോലിയൊന്നും കിട്ടാൻ പോകുന്നുള്ളൊരു ധാരണ അവരുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞുപോയി. അതാണ് കാരണം. അത് നമ്മുടെയൊക്കെ തെറ്റായ ചിന്തയാ. പഠിച്ചാൽ നാളെ എന്താകുമെന്ന് ചിന്തിക്കുന്നവരല്ല, പഠിക്കുന്നത് കൊണ്ട് ഇന്ന് എന്ത് പ്രയോജനമെന്ന് ചിന്തിക്കുന്നവരാണ് തീരെ ദുർബല വിഭാഗം. അന്നന്ന് കഴിയുന്നവരെ സംബന്ധിച്ച് നാളേക്കെന്നൊരു സ്വപ്നവും ഇല്ല. മക്കൾ ഇന്ന് പഠിക്കാൻ പോയ അവനോ അവൾക്കോ കൂലി കിട്ടാനുള്ള 400 500 കുടുംബ വരുമാനത്തിൽ നിന്ന് കുറയുമെന്നുള്ള അവരുടെ ഒരു ആദി. അതിനിപ്പം നമ്മൾ എന്ത് ചെയ്യാനാ മാഡം? പഠിപ്പിക്കുന്നതിനൊപ്പം ദിവസക്കൂലി കൊടുക്കാൻ പറ്റുമോ? കൊടുക്കണം. സൈലൻസ് പ്ലീസ്. തീരെ ദുർബല വിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് നമ്മൾ പഠനത്തോടൊപ്പം ഒരു ദിവസത്തെ വരുമാനം കൂടി കൊടുക്കുന്നു. അന്നന്ന്. ശാലിനി വിഷ്ണു വെറും വാക്ക് പറയാറില്ല. പറയുന്നത് നടക്കും, അതും നല്ലത്. സർക്കാരിന് അങ്ങനെ ഒരു പദ്ധതി ഇല്ലല്ലോ മാഡം. സർക്കാരിന് അങ്ങനെ ഒരു പദ്ധതിയില്ല. അതുകൊണ്ട് സർക്കാരിന് വേണ്ടി നമ്മൾ, അതായത് ജില്ലാ ഭരണകൂടം ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്നു. പക്ഷെ അതിനുള്ള ഫണ്ട് എവിടെ മാഡം? അത് നമ്മൾ കണ്ടെത്തും. ജനങ്ങളിൽ നിന്ന് തന്നെ. പദ്ധതിയുടെ ഗുണഭോക്താക്കൾ മാത്രമല്ല, നടത്തിപ്പുകാരും ജനങ്ങളാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. മനസ്സിലായില്ല മാഡം? 3 വർഷം മുമ്പത്തെ സെൻസസ് അനുസരിച്ച് നമ്മുടെ ജില്ലയിലെ ജനസംഖ്യ 35,21,000-ത്തിലധികമാണ്. ഇവരിൽ സന്മനസ്സുള്ള ഓരോരുത്തരുടെയും പക്കൽ നിന്ന് മാസം 1 രൂപ വീതം നമുക്ക് സമാഹരിക്കാനായാൽ തീരെ ദുർബല വിഭാഗങ്ങളിലുള്ള കുട്ടികൾക്കേ നമ്മൾ ഈ പണം കൊടുക്കുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം സമാഹരിക്കാനാകും നമുക്ക്. അതും അവരുടെ ക്ഷേമത്തിനും തുടർ പഠനങ്ങൾക്കുമായി ഉപയോഗിക്കാം. പക്ഷെ പദ്ധതി ജനങ്ങളിലേക്ക് എത്തണ്ടേ മാഡം? ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടായാലല്ലേ അവർ പണം നൽകാൻ തയ്യാറാവൂ. അതെ, വിശ്വാസമാണ് പ്രധാനം. പദ്ധതി ജനങ്ങളിലേക്ക് എത്തണം. പാവപ്പെട്ട കുട്ടികൾക്ക് ഇതൊരു സഹായമാണെന്ന് അവർക്ക് തോന്നണം. അതിന് കളക്ട്രേറ്റിലും വില്ലേജ് ഓഫീസിലും ചുവരുകളിൽ പതിക്കുന്നത് പോലുള്ള പഴയ നോട്ടീസ് സംവിധാനം പോരാ. സോഷ്യൽ മീഡിയ, അതിനെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. പാവപ്പെട്ട കുഞ്ഞുങ്ങളെ സഹായിക്കാൻ ഏതൊക്കെ പരസ്യവാചകങ്ങളും ചിത്രങ്ങളും ആകാമോ അതെല്ലാം ആകാം. യുവജനങ്ങൾ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും നോക്കണ്ട. പക്ഷെ വിശ്വാസമാണല്ലോ മാഡം അപ്പോഴും പ്രധാനം. അത് ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു നൽകുന്ന ഉറപ്പാണ്. സംഭാവന നൽകുന്നവർ കുഞ്ഞുങ്ങൾക്കല്ല, ജില്ലാ കളക്ടർക്കാണ് സഹായം നൽകുന്നത്. അത് പൊളിച്ചു വരാം. മാഡം മുന്നിൽ നിന്ന സംഗതി ഉഷാറാവും. ഐഡിയ നല്ലതാണ് മാഡം. പക്ഷേ സ്പോൺസർഷിപ്പിനെ പറ്റി കൂടി ആലോചിച്ചുകൂടെ? താല്പര്യമുള്ളവർ ഒരു സ്കൂളിൽ പദ്ധതിയുടെ കീഴിൽ വരുന്ന കുട്ടികളെയൊക്കെ മുഴുവൻ സ്പോൺസർ ചെയ്യുന്ന പോലെയൊക്കെ. അത് വേണ്ട ഹരീഷ്. പണം നൽകുന്നത് ആരാണെന്ന് കുട്ടികളോ ആരാണ് സഹായിക്കുന്നതെന്ന് പണം നൽകുന്നവരോ അറിയാൻ പാടില്ല. അവിടെ ഒരു അടിമ ഉടമ ബന്ധം നിലവിൽ വരും. കുട്ടികളിൽ നമ്മളത് വളർത്താൻ പാടില്ല. ധനസഹായത്തിനപ്പുറത്തേക്ക് കൂടുതലായി എന്തെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്കത് ആലോചിക്കാം. അങ്ങനെയാണെങ്കിൽ ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നതിനെ പറ്റി കൂടി ആലോചിച്ചിടും മാഡം. അതിന്റെ ആവശ്യം എന്താ? ഉച്ചക്കഞ്ഞി വിതരണം ഉണ്ടല്ലോ സ്കൂളിൽ. ഹേയ് വെയിറ്റ്. തർക്കം നിങ്ങളുടെ കമ്മിറ്റിക്കുള്ളിലായിരിക്കും. പദ്ധതി എത്രയും വേഗം നടപ്പാക്കാൻ നമ്മളൊരു കമ്മിറ്റി തയ്യാറാക്കുന്നു.
ഹരീഷും സരോജ മെമ്പറും വിക്ടറും സുധാകരനും ഒക്കെ ചേർന്നുള്ള ഒരു കോർ കമ്മിറ്റി. ആ കമ്മിറ്റിയാണ് പദ്ധതി ഇനി നടപ്പാക്കേണ്ടത്. മാഡം, ഞങ്ങളോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതി നിങ്ങൾ തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നുവെന്ന്. ഹരീഷിനെ കമ്മിറ്റിയിൽ വെച്ചിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിലാണ്. അവരെ നമ്മൾ പരിഗണിക്കണമല്ലോ. ആൻഡ് ഫൈനലി പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർ സജികുമാർ ആയിരിക്കും. മാഡം, ഞാനോ? അയാൾ ശരിയാവില്ല മാഡം. കടലിൽ വള്ളം മറിഞ്ഞേ ഞങ്ങളിൽ കുറെ പേര് മരിക്കുകയും കാണാതാവുകയൊക്കെ ചെയ്തപ്പോ ഇയാൾ ഞങ്ങളെ കുറെ ഇട്ട് നടത്തിയതാ. ഒന്നും നടക്കാതിരിക്കുന്നത് പഴയ കാര്യമല്ലേ. ഇനി എന്തെങ്കിലും നടക്കുമെന്ന് നമുക്ക് നോക്കാം. ആരെയോ അങ്ങനെ തള്ളിക്കളയരുത് വിക്ടറെ. പദ്ധതിക്ക് ഒരു പേര് വേണമല്ലോ മാഡം, അത് കണ്ടുപിടിച്ചിട്ടുണ്ടോ? യൂത്തിനെ ആകർഷിക്കുന്ന ഒരു പേരായിരിക്കണം എന്നതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപിടിച്ച് ആലോചിച്ചു. പേര് അനുപല്ലവിയുടെ സംഭാവനയാണ്. അനു, പറഞ്ഞു കൊടുക്ക്. ഏണിംഗ് മെമ്പർ. ഏണിംഗ് മെമ്പർ എന്നാൽ കുടുംബത്തിൽ നിന്ന് പുറത്തുപോയി പണം സമ്പാദിച്ചു കൊണ്ടുവരുന്നയാൾ. സാധാരണഗതിയില് ആ പദം കുടുംബനാഥനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നമ്മുടെ കുട്ടിപ്പട്ടാളം സ്കൂളിൽ പോയി പഠിച്ച് പണം സമ്പാദിച്ചു കൊണ്ടുവരുന്നു. എങ്ങനെയുണ്ട് പേര്? ഏണിംഗ് മെമ്പർ. അടിപൊളി പേരാണ് മാഡം. അപ്പോ നമ്മൾ പൊളിക്കല്ലേ? അപ്പോ തൽക്കാലം നമ്മൾ പിരിയുന്നു. ബാക്കി മീറ്റിങ്ങുകളും തീരുമാനങ്ങളും സജിയുടെ നേതൃത്വത്തിലായിരിക്കും. എന്താ സരോജ മെമ്പറെ? നേരത്തെ ഇങ്ങോട്ട് അയച്ചത് ദൈവം തന്നെയാ. ചെളിക്കൊണ്ടിൽ താണുപോകേണ്ടിയിരുന്ന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങളെക്കാൾ കൂടുതൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ മാഡം. പ്രായത്തിൽ കുറവാണെങ്കിലും ഞാൻ കാലി തൊട്ടെന്ന്. എന്താ മെമ്പറെ ഇത്? മെമ്പറിനെ പോലൊരു അമ്മയുടെ മോളാ ഞാൻ. ഞാൻ ചെറുതായിരുന്നപ്പോ ഇതുപോലൊരു കൈസഹായം അമ്മ കൊതിച്ചിട്ടുണ്ടാവണം. ആ അമ്മയ്ക്ക് വേണ്ടി മറ്റുള്ള അമ്മമാരുടെ കണ്ണീരൊപ്പാനാ ഞാൻ ഈ കസേരയിലിരിക്കുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.